ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കടപ്പുറത്തോട്ടാണ് യാത്ര. നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് കടൽ. 2 മിനിറ്റ് തികച്ചില്ല നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കടൽ സൈഡ് ഒരു ചെടിയുണ്ട്. അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ചെടിയുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിങ്ങനെ കാറ്റത്ത് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ നല്ല പന്തുരുളുന്ന പോലെ അങ്ങ് ഉരുണ്ട് പോവും. അപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം മെമ്പർ കടലിൽ നിന്ന് ഓരിക്ക വരുന്നത് കണ്ടത്. ഇത് വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെയും കുറച്ച് ദൂരം മുമ്പോട്ട് നടന്നപ്പോൾ ഷക്കീർക്ക കടലിൽ വല ഇളക്കിയത് കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് വല കുറേ നേരമായിട്ട് കുടുങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ അമ്പി ഇക്കയുടെ കൂടെ കുറച്ച് നേരം കൂടി വലയൊന്ന് വലിച്ചു നോക്കി, പക്ഷെ ഒരു രക്ഷയും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ആള് കടലിലോട്ട് ഇറങ്ങി എന്താ അവസ്ഥ എന്ന് നോക്കി. അപ്പം ഞങ്ങൾ കരയിൽ നിൽക്കുമ്പം പാത്തു വന്നു. ഇബിന് നേരത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തു കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളവും നല്ല ഉപ്പും മുളകും തേച്ച മാങ്ങയൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിന്നു. അതിൻ്റെ ഇടയിൽ പാത്തു അവൾ കൊണ്ടുവന്ന മാങ്ങ ഞങ്ങൾക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ കടലിലും പുഴയിലൊക്കെ വേസ്റ്റ് വലിച്ച് ചാടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. ഇപ്പോൾ ഇക്കാടെ തന്നെ പുതിയ വലയായിരുന്നു അവിടെ കുടുങ്ങി കിടന്നത്. കുറച്ചു നേരം വലിച്ചു നോക്കിയെങ്കിലും വല കയറ്റാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ തിരിച്ച് നടന്നപ്പോഴാണ് വേറൊരു ടീം വലയിൽ നിന്ന് മീൻ ഇറക്കുന്നത് കണ്ടത്. അപ്പം അതിൽ അയലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പം വല നല്ല രീതിയിൽ കിട്ടിയ ഭാഗ്യം. പുതിയ വലയാണ്, ഫ്രണ്ടിൻ്റെ വലയാണ്. പുതിയത് എടുത്തിട്ട് ഇപ്പം ഈ വർഷം ഇറക്കിയിട്ട് എത്ര ഒരു കടൽ. അപ്പോൾ കറക്റ്റ് ഭാഗ്യക്കേട്, അത് കറക്റ്റ് എന്തോ തെങ്ങിൻ്റെ കഷ്ണത്തിനകത്ത് കുടുങ്ങി. ഇനി അത് നാളെ രാവിലെ, ഇപ്പോൾ തൽക്കാലം അവിടെ കെട്ടിയിട്ടുണ്ട്, നാളെ രാവിലെ പോയിട്ട് ഒന്നേ കട്ട് ചെയ്തെടുക്കണം. നല്ല വൃത്തിക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.